ഹായ് നമസ്തേ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കോവിഡ് നമ്പേഴ്സ് ലോകമെമ്പാടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. നമ്മളെല്ലാം വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. പുറത്തു പോകാതിരിക്കാൻ നമുക്ക് എന്തായാലും കഴിയില്ല അല്ലേ? കാരണം നമ്മളിപ്പം ഈ ഒരു പാൻഡമിക്കുമായിട്ട് വളരെ യൂസ്ഡ് ആയി കഴിഞ്ഞു. എങ്കിലും നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിച്ച് തന്നെ പുറത്തു പോകാൻ ശ്രമിക്കുക. കഴിയുന്നത്രയും സാനിറ്റൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂറായി തന്നെ ഇരിക്കുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി ഓർഡർ ചെയ്യുമായിരുന്ന ഒരു ചിക്കൻ റെസിപ്പി ഉണ്ട്. നല്ല ഫിയറി റെഡ് കളറിലുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള, സ്പൈസി എന്ന് പറയാൻ പറ്റില്ല, സ്വീറ്റ് ആൻഡ് സ്പൈസി എന്ന് പറയാം, നല്ല ഡ്രാഗൺ ചിക്കൻ. എനിക്കത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. പക്ഷേ ഇപ്രാവശ്യം റെസ്റ്റോറൻറ്റിലെ ഡ്രാഗൺ ചിക്കനെ കുറിച്ച് ഓർത്തല്ല കേട്ടോ. കാരണം അതിലും ടേസ്റ്റി ആയിട്ടാണ് അമ്മ ഇപ്പോൾ അത് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി തരാറുള്ളത്. വളരെ ടേസ്റ്റിയാണ് അമ്മയുടെ ഈ ഒരു ഡിഷ്. കൂട്ടത്തിൽ ഒരു ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. വീഡിയോ മുഴുവനായി തന്നെ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ പോയി ക്ലിക്ക് ചെയ്യുക. അമ്മയുടെ ഇൻഡോ ചൈനീസ് റെസിപ്പിയായ ഡ്രാഗൺ ചിക്കൻ കണ്ടിട്ട് മടങ്ങി വരാം. ഈ ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതായത് ബോൺലെസ് ചിക്കൻ. ഇതിപ്പം ഇതുപോലെ നല്ല നീളത്തിൽ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനി വറുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നീളം ഒന്ന് ഷ്രിങ്കായി വരും. ഡ്രാഗൺ ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോൾ ചിക്കൻ ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതാ കണ്ടില്ലേ, വെള്ളമൊക്കെ മുഴുവനായിട്ടും ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി നമുക്ക് ചേർക്കാം. ഇതിനി കൈകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇതിന് ചില്ലി ഫ്ലേക്സ് ആണ്, അതിൽ നിന്നും 1 ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ്റെ ഓരോ സ്ട്രിപ്സും എടുത്ത് ഇതിൽ മുക്കി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഓരോ സ്ട്രിപ്സും മാവിൽ ഇതുപോലെ മുക്കിയെടുക്കണം. ഫ്ലവറൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടാക്കി എടുക്കണം. ഇനി എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ എണ്ണ ചൂടാകാനുണ്ടെന്ന് തോന്നുന്നേ. അധികം അങ്ങ് തിക്കി ഇടണ്ട, അല്ലെങ്കിൽ ആ ചിക്കൻ്റെ പീസസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ആ ബാറ്ററൊക്കെ അതിൽ നിന്നങ്ങ് വിട്ടുപോകും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കഷ്ണങ്ങളൊക്കെ നല്ല ക്രഞ്ചി ആയി കിട്ടണം നമുക്ക്. ഒരു വശം മൂത്താൽ മറുവശത്തേക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം നല്ല ക്രിസ്പി ഫ്രൈഡ് ആയിട്ടുണ്ട്. കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി തന്നെ മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയെടുക്കാം. എല്ലാ സ്ട്രിപ്സും നല്ല ക്രിസ്പിയായി തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു വൈഡായിട്ടുള്ള ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലോട്ട് ഒരു 10 കാഷ്നട്ട് ഒന്ന് സ്പ്ലിറ്റ് ആക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അതേ എണ്ണയിലോട്ട് ഒരു 6-7 വെളുത്തുള്ളി അല്ലി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു മീഡിയം പീസ് ഇഞ്ചി, അതും ഇതുപോലെ നല്ല ജൂലിയനായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് അതിൻ്റെ റോ ഫ്ലേവറൊക്കെ മാറി നല്ല ഒരു മണം പുറത്തേക്ക് വരണം. ഈ ഒരു സമയത്ത് സ്പ്രിംഗ് ഒണിയൻ്റെ ഒരു 1.5 ടേബിൾ സ്പൂൺ വൈറ്റ് ബൾബാണ്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 സാദാ റെഡ് ചില്ലിയും 2 കാശ്മീരി ചില്ലിയും
അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം 3 കളറിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 3 കളർ എടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഒരു 1/4 ഭാഗം വീതം എടുത്തിട്ടുള്ളൂ. അതും ഇതുപോലെ ജൂലിയനായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി നമുക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് റെഡ് ചില്ലി സോസാണ്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കന് നല്ല ഒരു ഫിയറി റെഡ് കളർ കിട്ടുന്നത് കേട്ടോ. ഡ്രാഗൺ ചിക്കനൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല റെഡ് കളറിൽ. റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പോൾ അവർ കുറച്ച് കളറൊക്കെ ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കുന്നില്ല. റെഡ് ചില്ലി സോസ് ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. സോസിൻ്റെ ഉപ്പൊക്കെ ഈ ഒരു സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. സോസ് എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് സോസൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ കോട്ടാക്കി എടുക്കണം. വറുത്ത് വെച്ച കാഷ്യൂനട്ടും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സോസൊക്കെ നല്ല കോട്ടായി, ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല ഫ്രഷായിട്ടുള്ള ഹണി 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കന് നല്ലൊരു ഗ്ലേസിങ്ങും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കിട്ടും. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഡ്രാഗൺ ചിക്കൻ. എന്നാൽ എരിവ് ബാലൻസ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട് താനും. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കൊച്ചുമക്കളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അവരാദ്യം ഓർഡർ ചെയ്യുന്നതാണ് ഡ്രാഗൺ ചിക്കൻ. ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ. ഇതിനി വെളുത്ത എള്ളാണ്, അത് 1 ടീസ്പൂണ് പുറത്തായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്തെടുക്കാം. ചപ്പാത്തി, നാനോ, ഫ്രൈഡ് റൈസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നന്നായിട്ട് പെയറായി പോകും. എങ്കിലും എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഡ്രാഗൺ ചിക്കൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഞാനിതിവിടെ സെർവ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടേക്കണം കേട്ടോ. ഈ ഒരു ഈസി എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും പുറകെ ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡ്രാഗൺ ചിക്കൻ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നതിൽ ഒരു പടി മുൻപിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ പറയുകയുള്ളൂ. പക്ഷേ ഞാൻ മാത്രം എപ്പോഴും പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളും ഇത് ഈ ഒരു രീതിയിൽ വീട്ടിലുണ്ടാക്കി നോക്കുക. ചില്ലി ചിക്കനൊക്കെ പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയ പിന്നെ സോസൊക്കെ ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴും അതല്ല ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉള്ള സമയത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ സ്റ്റൈലിലും ടേസ്റ്റിലും അവർക്കിത് ഉണ്ടാക്കി കൊടുത്ത് അവരെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കാം അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസും വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒരു 2 വരി എഴുതാൻ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മ പരിചയപ്പെടുത്തിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും വരെ നന്ദി. ഗുഡ് ബൈ.